ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൻ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചൂര മീൻ കൊണ്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് മീൻ വെച്ചും ഇതുപോലെ ചെയ്യാം കേട്ടോ. അയില ആണെങ്കിൽ പോലും ഇതുപോലെ ചെയ്യാം, നല്ല ടേസ്റ്റാണ്. അതുമാത്രമല്ല, ബാച്ചിലേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പറയാം. അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെള്ളച്ചൂരയാണ്. അപ്പോൾ ഇത് നമ്മുടെ മറ്റേ ബ്ലാക്ക് ചൂരനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ഏത് ദശ കട്ടിയുള്ള മീനും ഇതുപോലെ എടുത്ത് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, പച്ചമല്ലിയുടെ പൊടിയാണ്. 6 ടേബിൾ സ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറുനാരങ്ങ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ മീനിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ ഞാൻ മീനൊക്കെ നേരത്തെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതാട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുത്ത ശേഷമാണ് ഞാനിപ്പോൾ ഈ മസാല ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് തന്നെ നമുക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു 5-10 മിനിറ്റ് നിങ്ങൾക്ക് വെക്കാൻ സമയമുണ്ടെങ്കിൽ വെക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊരു പാനിൽ ഓയിൽ ഒഴിച്ച് അതിലേക്ക് മീനൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് നേരം ഇട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയൊന്നും വേണ്ട, 2 ഭാഗവും ജസ്റ്റ് ഒന്ന് കളറ് നന്നായി ഒന്ന് മാറി വന്നാൽ മതി. ഇനി നമുക്കിത് ദമ്മിൽ കിടന്ന് ബാക്കി കുക്കാവാനുള്ളതാണ്. അപ്പോൾ ഈ മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്ത ഓയിലിലേക്ക് തന്നെ ഞാനൊരു 2 വലിയ സവാള സ്ലൈസായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരിഞ്ഞ് പേസ്റ്റ് ഒന്നും ആവണ്ട, ഈ ഒരു പാകത്തിന് കിട്ടിയാൽ മതി. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഒരു 2 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ മീനിവിടെ ഞാൻ 1 കിലോ മീനായിട്ടും എടുത്തത്. അപ്പോൾ ഈ തക്കാളി ഉള്ളിയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മസാല നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പച്ചമല്ലിയുടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ പച്ചമല്ലിയുടെ പൊടി എന്ന് പറഞ്ഞാൽ വറുത്തെടുക്കാത്ത മല്ലിയാട്ടോ ചേർക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില കറിവേപ്പില മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്ക് ചോറ് ഉണ്ടാക്കിയെടുക്കണം. അതിനുശേഷമാണ് നമുക്ക് ബാക്കി പണി ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതിന് വേണ്ടി ബസ്മതി റൈസ് നേരത്തെ തന്നെ കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഗീ റൈസ് ആയിട്ടാണ് ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് നമുക്കൊരു 1/2 ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിപ്പോൾ ചോറ് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയത്തേക്ക് ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച ശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല കുറച്ച് നിരത്തി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഈ മീൻ ഫ്രൈ ചെയ്ത് വെച്ചത് ഓരോ പീസായിട്ട് നിരത്തി കൊടുക്കുക. ബാക്കി വരുന്ന മസാല ഇതിൻ്റെ മേലെ ഇട്ട് ഒന്ന് നിരത്തി കൊടുക്കണം. നന്നായിട്ട് മീനൊക്കെ കവർ ചെയ്യുന്ന പോലെ മസാല നിരത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ചോറ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചുള്ളൂ. അതിനുശേഷം ആ വിസിൽ മാറ്റി അതിൻ്റെ പ്രഷറൊക്കെ മാറ്റിയെടുത്തതാണ്. അപ്പോൾ നമുക്ക് ചോറൊരു 1/4 ഭാഗം കുക്കായിട്ടേ ഉള്ളൂ. ഇനി ദമ്മിൽ കിടന്നൊന്ന് വെന്ത് കിട്ടണം. പിന്നെ കുറച്ച് കശുവണ്ടി കിസ്മിസ് കുറച്ച് സവാളയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് ദം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ഫോയിൽ കൊണ്ടാണ് നന്നായി ചുറ്റി വെച്ചത്. ഇനി ഇതൊരു 15 മിനിറ്റ് വരെ ചെറിയ തീയിലിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ആവി കയറ്റിയെടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് അത് തീ ഓഫ് ചെയ്ത് വെക്കണം. അതിനുശേഷമാണ് ഞാനിപ്പോൾ ഈ ചോറ് പൊളിച്ച് വിളമ്പുന്നത്.
അപ്പോൾ ഇത് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ, നമ്മൾ മീനിൻ്റെ സ്മെല്ലൊക്കെ ഈ റൈസിലേക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം, അപ്പോഴേ നമുക്ക് ഈ മഞ്ഞ കളറും വൈറ്റ് റൈസും കൂടെ മിക്സായി വരുള്ളൂ. അപ്പോൾ കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് മസാലയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കത് സെർവ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു തൈര് സാലഡും ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ ഒരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ചട്നീൻ്റെ റെസിപ്പി ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അപ്പോൾ ആവശ്യമുള്ളവർ അതും കൂടെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലൊരു ബിരിയാണി ഉണ്ടാക്കി നോക്കുക, വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ ഫീഡ്ബാക്സ് ആയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.